ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോസ്ബെയർ സ്പെക്ട്രോസ്കോപ്പിനെ കുറിച്ചാണ്. മോസ്ബെയർ സ്പെക്ട്രോസ്കോപ്പി. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് നമ്മൾ NMR, അതുപോലെ ESR, പിന്നെ നമ്മൾ പഠിക്കാത്തൊരു സംഭവമുണ്ട് NQR. അതായത് NMR എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്, ESR എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് സ്പിൻ റെസൊണൻസ്, ആൻഡ് NQR ന്യൂക്ലിയർ ക്വാർട്ടർ റെസൊണൻസ്. ഈ മൂന്ന് കേസ്, ഇതിൽ 2 കേസ് മാത്രമാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ളത്. ഈ മൂന്ന് സംഭവം എന്ന് പറയുന്നത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രോസ്കോപ്പിക്കൽ ടെക്നിക്കുകളാണ്. ഈ സംഭവം ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് റെസൊണൻസ് കണ്ടീഷൻ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. റെസൊണൻസ് കണ്ടീഷൻ, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ്, ഇലക്ട്രോ സ്പിൻ റെസൊണൻസ്, അങ്ങനെ. അതായത് ആ ഒരു റെസൊണൻസ് കണ്ടീഷൻ അച്ചീവ് ചെയ്യുമ്പോഴാണ് അവിടെ ഒരു സ്പെക്ട്രം നമുക്ക്, അല്ലെങ്കിൽ ഒരു സ്പെക്ട്രോസ്കോപ്പി നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കുകളിലേക്കുള്ള ഒരു കോംപ്ലിമെൻ്ററി ടൂൾ മാത്രമാണ് മോസോബിയർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. മോസോബിയർ സ്പെക്ട്രോസ്കോപ്പി. അപ്പോൾ ഈ മോസോബിയർ സ്പെക്ട്രോസ്കോപ്പിയിൽ മെയിനായിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ന്യൂക്ലിയർ റെസൊണൻറ്റ് അബ്സോർപ്ഷൻ. അതായത് അബ്സോർപ്ഷനിലുള്ള റെസൊണൻസ് കണ്ടീഷനാണ് നമ്മൾ ന്യൂക്ലിയർ റെസൊണൻറ്റ് അബ്സോർപ്ഷനെ കുറിച്ചാണ് നമ്മൾ ഈ മോസോബിയർ സ്പെക്ട്രോസ്കോപ്പിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന മെയിനായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടൈപ്പ് അബ്സോർപ്ഷന്, അതായത് ന്യൂക്ലിയർ റെസൊണൻറ്റ് അബ്സോർപ്ഷന് നമ്മൾ ഫസ്റ്റ് സ്റ്റഡി ചെയ്യുന്നത്, അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്തത് ഗാമാ റേയിലായിരുന്നു. അതായത് ഗാമാ റേ പോലത്തെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രത്തിലുള്ള ഗാമാ റേ വെച്ചിട്ടാണ് ഈ ന്യൂക്ലിയർ റെസൊണൻസ് അബ്സോർപ്ഷൻ ആദ്യമായിട്ട് സ്റ്റഡി ചെയ്തത്. ആദ്യമായിട്ട് സ്റ്റഡി ചെയ്ത സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് കുൻ എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. 1929 അദ്ദേഹം ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയത്. പിന്നീട് 1958 റുഡോൾഫ് മോസോബിയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഈ ഗാമാ റേയിലുള്ള ഈ ന്യൂക്ലിയർ റെസൊണൻസ് അബ്സോർപ്ഷനെ അദ്ദേഹം ഒബ്സർവ് ചെയ്തു. 1961 അദ്ദേഹത്തിന് ഇതിന് നോബൽ പ്രൈസ് കിട്ടുകയും ചെയ്തു. അപ്പോൾ 1958 ഇതിനെക്കുറിച്ചുള്ള ഒരു ഒബ്സർവേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒബ്സർവേഷനിൽ അദ്ദേഹം കാണാൻ പറ്റിയത് എന്ന് പറഞ്ഞാൽ ഒരു ഹൈ എനർജിയുള്ള ഒരു റീകോയിൽ, അല്ലെങ്കിൽ ഹൈ റീകോയിൽ എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കവിടെ കാണാൻ പറ്റി. എപ്പോൾ? വിച്ച് എമിറ്റഡ് ഗാമാ റേ. അതും ഹൈ എനർജിയുള്ള ഒരു ഗാമാ റേ എമിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു റീകോയിൽ എനർജി ഉള്ളതുപോലെ അദ്ദേഹം ഇതിന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ മോസോബിയർ സ്പെക്ട്രോസ്കോപ്പിയിലെ ഒരു ഗാമാ റേയുടെ ഒരു അബ്സോർപ്ഷൻ അല്ലെങ്കിൽ എമിഷൻ, അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പറയുന്നത്. അതായത് ന്യൂക്ലിയർ റെസൊണൻസ് അബ്സോർപ്ഷനാണ് അവിടുത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പക്ഷെ അദ്ദേഹം അത് ഒബ്സർവ് ചെയ്തപ്പോൾ അദ്ദേഹം ഗാമാ റേ എമിറ്റ് ചെയ്യുന്നതോട് കൂടെ തന്നെ അവിടെ ഒരു റീകോയിൽ എനർജി, ഒരു ഹൈ എനർജിയുള്ള റീകോയിൽ എനർജിയാണ് അവിടെ അദ്ദേഹം കണ്ടത്. എപ്പോൾ? ഒരു ഹൈ എനർജിയുള്ള ഒരു ഗാമാ റേ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഈ സ്പെക്ട്രം, അതായത് മോസോബിയർ സ്പെക്ട്രം ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദിസ് ഗാമാ റേ എമിഷൻ ആൻഡ് സബ്സിക്വൻറ്റ് റീഅബ്സോർപ്ഷൻ. അതായത് ഈ ഗാമാ റേയുടെ എമിഷനും അതുപോലെ തന്നെ അതിന് അടുത്ത്, അതായത് അതോടൊപ്പം തന്നെ സബ്സിക്വൻ്റ് ആയിട്ട് നടക്കുന്ന റീഅബ്സോർപ്ഷനും. അതായത് ഒരു ഗാമാ റേ എമിറ്റ് ചെയ്യുന്നു, ആ ഗാമാ റേ വേറൊരു ന്യൂക്ലിയർ അല്ലെങ്കിൽ സെയിം കൈൻഡുള്ള ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സ്റ്റഡി നടത്തുന്നതിനാണ് നമ്മൾ മോസോബിയർ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അപ്പോൾ മോസോബിയർ സ്പെക്ട്രോസ്കോപ്പി നമ്മൾ ചെയ്യുന്നത് ഒരു ഗാമാ റേ എമിഷൻ ഉണ്ട്, അതോടൊപ്പം തന്നെ അതിന് സബ്സിക്വൻ്റ് ആയിട്ട് ഒരു അബ്സോർപ്ഷനും കൂടി അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിൻസിപ്പൽ സെക്ഷനിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അതായത് ന്യൂക്ലിയർ റെസൊണൻസ് അബ്സോർപ്ഷൻ വെച്ച് നമ്മളിതിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, നമ്മുടെ ഒരു 2 ന്യൂക്ലിയസ് ലെവൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നു.
ഇത് ഗ്രൗണ്ട് ലെവലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇത് എക്സൈറ്റഡ് ലെവലായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. എക്സൈറ്റഡ് ലെവലിൽ നിന്ന് ഒരു ഇലക്ട്രോണ് എമിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ട്രാൻസിഷൻ നടക്കുകയാണ് ഫ്രം എക്സൈറ്റഡ് ലെവൽ ടു ദ ഗ്രൗണ്ട് ലെവൽ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ചേഞ്ച് ഇൻ എനർജി എന്ന് പറയുന്നത് ഡെൽറ്റ ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 എന്ന് നമ്മൾ കൊടുക്കുകയാണ്, അതായത് ഈ എനർജി ഡിഫറൻസ്. അപ്പോൾ ഈ എമിറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ഗാമാ റേ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എമിറ്റ് ചെയ്യപ്പെടുന്നത്, അതായത് ഗാമാ റേ എമിഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്, ഗാമാ റേ എമിഷൻ. അപ്പോൾ നമ്മളിവിടെ ഈ എക്സൈറ്റഡ് അതുപോലെ ഈ ഗ്രൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കൊടുത്ത്, ഈ എക്സൈറ്റഡ് മൈനസ് ഈ ഗ്രൗണ്ട് അതെന്തായിരുന്നു E0 ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഗാമാ റേ എമിഷൻ ചെയ്യുമ്പോൾ ഈ മോസോബിയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് 1958 ഒബ്സർവ് ചെയ്തൊരു സംഭവമുണ്ട്. അതായത് ഗാമാ റേ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ ദർ വിൽ ബി എ റീകോയിൽ എനർജി. റീകോയിൽ അല്ലെങ്കിൽ ഐ എനർജിയുള്ള ഗാമാ റേ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ റീകോയിൽ എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ ഒരു എമിഷനാണ് സംഭവിക്കുന്നത്. ഈ എമിഷൻ്റെ ഫലമായിട്ട് ദർ വിൽ ബി പ്രൊഡ്യൂസ്ഡ് എ റീകോയിൽ എനർജി that will be equal to p square divided by 2m, where m is the mass of the isolated atom. ഈ ആറ്റത്തിൻ്റെ മാസിനാണ് നമ്മൾ m എന്ന് പറയുക. p എന്ന് പറയുന്നത് റീകോയിൽ മൊമെൻറ്റം ആയിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. p is the recoil momentum, EREC എന്ന് പറയുന്നത് ഈ റീകോയിൽ എനർജിയാണ്. ദാറ്റ് വിൽ ബി ഈക്വൽ ടു p square divided by 2m. ഇനി ഇതിൻ്റെ ഒരു ഫിസിക്കൽ ടേംസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, അതായത് എനർജിയുള്ള ഒരു ഗാമാ റേ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ റീകോയിൽ എനർജി ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു. ഈ ഒരു എഫക്റ്റ് നമ്മൾ റീകോയിൽ എഫക്റ്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. റീകോയിൽ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു ഹൈ എനർജിയുള്ള ഒരു പാർട്ടിക്കിളിനെ നമ്മൾ എമിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ പാർട്ടിക്കിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യാറുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഗണ്ണ് നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത്, അപ്പോൾ അതിൽ ബുള്ളറ്റ് നമ്മൾ എമിറ്റ് ചെയ്യുകയാണ്. ബുള്ളറ്റ് എമിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം, ഒരു ബാക്ക് കിക്കായിട്ട്, അതായത് നമ്മൾ ഫയർ ചെയ്യുന്ന സമയത്ത് നമ്മളെ കൈ പുറകോട്ട് പോവാറുണ്ട്. ബുള്ളറ്റ് പുറത്തേക്ക് പോകുന്ന സമയത്ത് നമ്മളെ കൈ പുറകോട്ട് പോവാറുണ്ട്. ദാറ്റ് ഈസ് ദ റീകോയിൽ എഫക്റ്റ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ ഒരു ഗാമാ റേ എമിഷൻ ചെയ്യുന്ന സമയത്ത് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റം, ഈക്വലൻ്റ് ആയിട്ടുള്ള എനർജി എന്ന് പറയാൻ പറ്റില്ല, ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ്, അതായത് റീകോയിൽ എഫക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എമിറ്റ് ചെയ്യപ്പെടുന്ന ഗാമാ റേയുടെ എനർജി എന്ന് പറയുന്നത് ഈ ഗാമാ സീക്വൽ ടു, ഇവിടുന്ന് എക്സൈറ്റഡ് ലെവലിൽ നിന്ന് ഗ്രൗണ്ട് ലെവലിലേക്കാണ് എനർജി എന്താ പറയുക ഈ പാർട്ടിക്കിൾ ഷിഫ്റ്റ് ചെയ്യുന്നത്, ട്രാൻസിഷൻ ചെയ്യുന്നത്. സോ അതിൻ്റെ എനർജി എന്ന് പറയുന്നത് E0 ആണ്. അതോടൊപ്പം തന്നെ ഗാമാ റേ എമിഷൻ ചെയ്യുന്ന സമയത്ത് ഒരു റീകോയിൽ എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ ഇറ്റ് വിൽ ബി പുട്ട് എ മൈനസ് സൈൻ ഈ റീകോയിൽ. അപ്പോൾ ഇവിടുന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന ഗാമാരുടെ എനർജി എന്ന് പറയുന്നത് ഈ ഗാമാ ഈക്വൽ ടു E0 മൈനസ് ഈ റീകോയിൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരം നമ്മൾ പറഞ്ഞു, ഒരു റീകോയിൽ എഫക്റ്റിൽ എത്രത്തോളം ഗാമാരുടെ എമിഷൻ അതിൻ്റെ കറസ്പോണ്ടിങ് മൊമെൻറ്റം എത്രയാണോ ആ മൊമെൻറ്റത്തിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും ഇതിൻ്റെ ബാക്ക്വേർഡ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ റീകോയിൽ എഫക്റ്റ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരം നമുക്ക് എങ്ങനെ പറയാൻ പറ്റും, കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരം നമുക്ക് പറയാം റീകോയിൽ മൊമെൻറ്റം ഓഫ് ആറ്റം ഈസ് ഈക്വൽ ടു മൊമെൻറ്റം എമിറ്റഡ് ബൈ ഗാമാ റേ, അതായത് ഇതിൽ എത്രത്തോളം റീകോയിൽ എനർജിയാണ് ഉള്ളത് അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും ഈ എമിറ്റ് ചെയ്യപ്പെടുന്ന ഗാമയുടെക്കും ഉള്ളത്. സോ ഇറ്റ് ഈസ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. റീകോയിൽ ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് ഓഫ് ആൻ ആറ്റം എന്നാണ് നമ്മൾ പി ആയിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പി ഈക്വൽ ടു മൊമെൻറ്റം എമിറ്റഡ് ബൈ ഗാമാ റേ യൂസിങ് ദിസ് ഇക്വേഷൻ ഈസ് ഈക്വൽ ടു PC. ഫ്രം ദിസ് ഈ ഗാമ ഡിവൈഡഡ് ബൈ C എന്ന് നമുക്ക് പറയാൻ പറ്റും. അക്കോർഡിംഗ് ടു ദ equation is equal to P into C.
അപ്പോൾ കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരം റീകോയിൽ മൊമെൻറ്റം ഓഫ് ആറ്റം എന്ന് പറയുന്നത് പി ആണ്. മൊമെൻറ്റം എമിറ്റഡ് ബൈ ഗാമ റേ എന്ന് പറയുന്നത് ഇ ഗാമ ഡിവൈഡഡ് ബൈ സി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പീൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യാം, ഈ റീകോയിൽ എനർജീൻ്റെ ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. സോ വി ക്യാൻ ഫൈൻഡ് ദ റീകോയിൽ എനർജി, ദ വാല്യൂ ഓഫ് ദ എന്താ പറയുക റീകോയിൽ എനർജി. അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുക? അപ്പോൾ ഈ റീകോയിൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, പി സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m എന്നതാണ്. അപ്പോൾ പി സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം, നേരത്തെ കണ്ട കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം പ്രകാരമുള്ള ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇ ഗാമ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2mc സ്ക്വയർ എന്ന് കൊടുക്കാം. ഇ ഗാമ എന്ന് പറഞ്ഞാൽ എമിഷൻ്റെ പ്രോസസ്സിൽ എന്തായിരുന്നു, E0 മൈനസ് ഇ റീകോയിൽ ഓൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2mc സ്ക്വയർ എന്നതാണ്. ഇനി E0നെ അപേക്ഷിച്ച് വളരെ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി ആണ് എന്ത് റീകോയിൽ എനർജി എന്ന് പറയുന്നത്. E0നെ അപേക്ഷിച്ചാണ്, ഈ ഗാമനെ അപേക്ഷിച്ചല്ല. അതായത് രണ്ട് എനർജി ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി ആസ് കമ്പയർഡ് ടു റീകോയിൽ എനർജി. സോ റീകോയിൽ എനർജി ക്യാൻ ബി ക്യാൻസൽഡ് ഇൻ ദിസ് ഇക്വേഷൻ. സോ ഈ റീകോയിൽ ഈക്വൽ ടു E0 square divided by 2mc square. From this we can find the recoil energy. Here recoil energy is directly proportional to E0 square. അതായത് എത്രത്തോളമാണ് എനർജി ഡിഫറൻസ് വരുന്നത് അതിനനുസരിച്ച് റീകോയിൽ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും എന്ന് ഇതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളിവിടെ എമിഷൻ നടന്നതിൻ്റെ ഫലമായിട്ട് ഇവിടെ ഒരു ഗാമ റേ പ്രൊഡ്യൂസ് ചെയ്തു. ഈ ഗാമാറയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇ ഗാമ ഈക്വൽ ടു E0 മൈനസ് ഇ റീകോയിൽ എന്നതാണ്. മോസോബിയർ സ്പെക്ട്രത്തിലെ അടുത്തത് അതിന് സബ്സീക്വൻ്റ് ആയിട്ട് എന്തുകൂടി നടക്കണം, ഒരു അബ്സോർപ്ഷനും കൂടി. ഇത് ഗാമ റേ എമിഷനാണ് സംഭവിക്കുന്നത്. ഈ എമിഷന് സബ്സീക്വൻ്റ് ആയിട്ട് എന്ത് സംഭവിക്കണം, ഒരു ഗാമ റേ അബ്സോർപ്ഷനും കൂടി അവിടെ എന്ത് ചെയ്യണം, സംഭവിക്കണം. എങ്കിൽ മാത്രമാണ് മോസോബിയർ സ്പെക്ട്രോസ്കോപ്പി കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഈ ഗാമ റേ സ്വീകരിച്ചുകൊണ്ട് ഒരു പാർട്ടിക്കിൾസ് ലോവർ ലെവലിൽ, അതായത് ഗ്രൗണ്ട് സ്റ്റേജിൽ നിന്ന് എക്സൈറ്റഡ് ലെവലിലേക്ക് എന്ത് ചെയ്യും, പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. അപ്പോൾ ഈ അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് ഈ പാർട്ടിക്കിൾസ് എത്രത്തോളം എനർജിയാണ് അബ്സോർബ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഈ ഗാമ ഈക്വൽ ടു ഈ ഗാമ ഡാഷ് എന്ന് കൊടുക്കുകയാണ്. കാരണം അബ്സോർബ് ചെയ്യുന്നത് ഇത് എമിറ്റ് ചെയ്യുന്ന എനർജിയാണ്, ഇത് അബ്സോർബ് ചെയ്യേണ്ട എനർജിയാണ് നമ്മൾ പറയുന്നത്. ഈ ഗാമ ഈക്വൽ ടു E0 പ്ലസ് ഇത്രയും എനർജി ചെയ്യണം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ റീകോയിൽ എനർജിയും കൂടി നമുക്ക് ഇതിൽ ആഡ് ചെയ്യേണ്ടി വരും. അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് എനർജി പ്രകാരം ഈ ഇക്വേഷൻ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഈ ഗാമ ഡാഷ് ഈക്വൽ ടു E0 പ്ലസ് ഈ റീകോയിൽ. അതായത് ഇവിടുന്ന് എമിറ്റ് ചെയ്യപ്പെടുന്ന എനർജി E0 മൈനസ് ഈ റീകോയിലാണ്. ഇവിടുന്ന് അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഈ ഗാമ റേ വരുന്നുണ്ട്. ഈ ഗാമ റേ ആണ് ഇവിടെ അബ്സോർബ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എന്തും ചെയ്യണം, ഇവിടുന്ന് റീകോയിൽ എഫക്റ്റുകൾ ഉണ്ടാവും, അതും കൂടി നമുക്കിതിൽ എന്ത് ചെയ്യേണ്ടി വരും, ഉൾപ്പെടുത്തേണ്ടി വരും. സോ മൊത്തം നമ്മൾ അക്കോർഡിംഗ് ടു കൺസർവേഷൻ ഓഫ് എനർജി നോക്കുകയാണെങ്കിൽ ഈ ഗാമ ഡാഷ് ഈക്വൽ ടു E0 പ്ലസ് ഈ റീകോയിൽ എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ അത് എഫക്റ്റ് ഓഫ് റീകോയിൽ എന്ന് പറയുന്നത്, റീകോയിലിൻ്റെ മൊത്തം എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു റീകോയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ആ റീകോയിൽ എനർജി ഇവിടെ അബ്സോർബ് ചെയ്യുന്നുണ്ട്. സോ ടോട്ടൽ എഫക്റ്റ് എന്ന് പറയുന്നത്, എഫക്റ്റ് ഓഫ് റീകോയിൽ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഇ ഗാമ ഡാഷ് മൈനസ് ഇ ഗാമ എന്നുള്ള രീതിയിൽ. അതായത് എത്രത്തോളം എനർജിയാണ് ഇവിടെ അബ്സോർബ് ചെയ്യുന്നത് അതിൽ നിന്ന് എത്രത്തോളം എനർജിയാണ് ഇവിടെ ഗാമ റേയിൽ വരുന്നത് അത് വെച്ച് നമുക്ക് ഈ റീകോയിലിൻ്റെ എനർജിയുടെ എഫക്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഫ്രം ദിസ് ഇക്വേഷൻ വി ക്യാൻ ഗെറ്റ് 2E റീകോയിൽ. അതായത് ഇ ഗാമ ഡാഷ് എന്ന് പറഞ്ഞാൽ E0 പ്ലസ് ഇ റീകോയിലാണ്. അതുപോലെ ഇ ഗാമ എന്ന് പറഞ്ഞാൽ എന്താണ്, E0 മൈനസ് ഇ റീകോയിലാണ്. അപ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2E റീകോയിൽ എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഈ റീകോയിലിൻ്റെ വാല്യൂ നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. ആ വാല്യൂ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ദ എഫക്റ്റ് ഓഫ് റീകോയിൽ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ഈക്വൽ ടു E0 സ്ക്വയർ ഡിവൈഡഡ് ബൈ mc സ്ക്വയർ എന്ന് നമുക്ക് പറയാം. സോ ദ എഫക്റ്റ് ഓഫ് റീകോയിൽ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു E0 സ്ക്വയർ എന്ന് നമുക്കിവിടെ കിട്ടുന്നത്.
ഇനി ഈ ന്യൂക്ലിയർ അബ്സോർപ്ഷനും അതുപോലെ ഇവിടെ എമിഷനും, അതായത് ഗാമ റേൻ്റെ എമിഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്, അബ്സോർപ്ഷനും ഇവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്മളൊരു പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് പ്ലോട്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ എമിഷൻ്റെ പ്ലോട്ടാണ് നമ്മൾ ഇത് ആദ്യം വരച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എനർജി എന്ന് പറയുന്നത് E0 എന്നതാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഗാമാറയുടെ എമിഷനാണ് നമ്മൾ വരയ്ക്കുന്നത്. അതിൻ്റെ എനർജി എന്ന് പറയുന്നത് E0 പ്ലസ് ഇ റീകോയിൽ എന്നതാണ്. സോ അതിൻ്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഈ ഭാഗത്തായിരിക്കും. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് E0 മൈനസ് ഇ റീകോയിൽ എന്നതായിരിക്കും. ഓക്കെ. ഇനി അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ നമുക്ക് വരക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ വരക്കുകയാണെങ്കിൽ ഈ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഈ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് E0 പ്ലസ് ഇ റീകോയിൽ. കാരണം സെൻട്രൽ ലൈൻ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ എമിറ്റ് ചെയ്യപ്പെടുന്ന ഗാമാറയുടെ എനർജി എന്ന് പറയുന്നത് ഇതാണ്, അബ്സോർബ് ചെയ്യുന്ന ഗാമ എനർജിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. സോ അതിൻ്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഇവിടെ ഈ രീതിയിൽ വരുന്നുണ്ട്. ഇവിടെയാണ് ഇത് രണ്ടും കൂടി ഓവർലാപ്പ് ചെയ്ത് വരുന്ന വാല്യൂ. ഈ ഈ പൊസിഷൻ ആയിരിക്കും എന്തുണ്ടാവുക, E0 ആയിട്ട് നമുക്ക് അടയാളപ്പെടുത്താം. ഓക്കെ. ഇനി ഇതിൻ്റെ ഫുൾ വിഡ്ത്ത് ഓഫ് ഹാഫ് മാക്സിമം എന്നുള്ള വാല്യൂ, ഫുൾ വിഡ്ത്ത് ഓഫ് ഹാഫ് മാക്സിമം എന്നുള്ള വാല്യൂ നമ്മൾ ഗാമ ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് 2 റീകോയിൽ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെരി വെരി ലെസ് ദാൻ ഗാമ, അതായത് ഹാഫ് വിഡ്ത്തിനേക്കാൾ വളരെ കുറവാണെങ്കിൽ, ദാറ്റ് മീൻസ് ഈ ഒരു വിഡ്ത്ത് 2 റീകോയിൽ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടെ വരെയുള്ള വിഡ്ത്തും ഇവിടുന്ന് ഇവിടെ വരെയുള്ള വിഡ്ത്തും, അതായത് മൊത്തം ഈ ഒരു ഡിസ്റ്റൻസാണ് 2 റീകോയിൽ എന്ന് പറയുന്നത്. ഈ വിഡ്ത്തുമാണ് നമ്മളിവിടെ കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഈ വിഡ്ത്ത് വളരെ കൂടുതലാണെന്ന് വിചാരിക്കുക ആസ് കമ്പയർഡ് ടു ദിസ് വൺ, അതായത് ഇതിൻ്റെ വാല്യൂ വളരെ കുറവാണ്. വാല്യൂ കുറയുക എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഈ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും, ഇവിടുത്തെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് ഈ ഭാഗത്തേക്കും ഷിഫ്റ്റ് ചെയ്യും. കാരണം 2 ഈ റീകോയിൽ എന്ന് പറയുന്നത് വളരെ കുറവായതുകൊണ്ട് തന്നെ ഈ ഡിഫറൻസ് എന്ന് പറയുന്നത് കുറയാണ് ചെയ്യുക. ഈ ഡിഫറൻസ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഓവർലാപ്പ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആസ് പെർ ദിസ് കണ്ടീഷൻ ഓവർലാപ്പ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് 2 കർവ് വിൽ ബി ഓവർലാപ്പ്, 2 കർവ് വിൽ ബി ഓവർലാപ്പ് ചെയ്തു. ഈ ഓവർലാപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ മീൻ ചെയ്യുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഒബ്സർവ് എ റെസൊണൻസ് അബ്സോർപ്ഷൻ, അവിടെ ഒരു റെസൊണൻറ്റ് അബ്സോർപ്ഷൻ നടക്കുക എന്നതാണ് അവിടെ മീൻ ചെയ്യുന്നത്. റെസൊണൻറ്റ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എത്രത്തോളം എനർജിയാണോ ഗാമ എനർജിക്ക് വരുന്നത്, അതായത് എത്രത്തോളം എനർജിയാണ് ഗാമാറയിൽ വരുന്നത്, ആ എനർജി കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യും, അബ്സോർബ് ചെയ്യുന്നുണ്ട്. ദർ വിൽ ബി എ റെസൊണൻസ് കണ്ടീഷൻ. സോ 2 കർവ് അബ്സോർബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ റെസൊണൻസ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി സപ്പോസ് ഈ റീകോയിൽ എനർജി എന്ന് പറയുന്നത് 0 ആണെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് ഇതിൻ്റെ സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് E0 ആണ്, ഇതിൻ്റെയും സെൻട്രൽ ലൈൻ എന്ന് പറയുന്നത് E0 ആണ്. ഈ ഒരു കർവായിരിക്കും നമുക്ക് കിട്ടുക. ഇത് എമിഷൻ, ഇതേപോലെ തന്നെയാണ് എന്തും വരുന്നത്, അബ്സോർപ്ഷനും വരുന്നത് അറ്റ് E0. അപ്പോൾ ഇത്രയും മൊത്തം കർവ് ഇവിടെ എന്ത് ചെയ്യാണ്, ഓവർലാപ്പ് ചെയ്ത് വരികയാണ്. അപ്പോൾ E0 ഈ റീകോയിൽ എനർജി എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ദ ഓവർലാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി മാക്സിമം. ഓവർലാപ്പ് എന്ന് പറയുന്നത് മാക്സിമം ആണ്. ഓവർലാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ റെസൊണൻസ് അബ്സോർപ്ഷൻ നടക്കുകയാണ്. ദാറ്റ് മീൻസ് ദ മാക്സിമം റെസൊണൻറ്റ് അബ്സോർപ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. മാക്സിമം റെസൊണൻറ്റ് അബ്സോർപ്ഷൻ അവിടെ നടക്കുന്നുണ്ട്. മാക്സിമം റെസൊണൻസ് അബ്സോർപ്ഷൻ നടക്കാന്ന് പറഞ്ഞാൽ ആ കണ്ടീഷൻ എത്രത്തോളം എനർജിയാണോ ഗാമാറെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ കംപ്ലീറ്റ് എനർജി ആര് സ്വീകരിക്കുന്നുണ്ട്, അബ്സോർബ് ചെയ്യുന്ന സമയത്ത് സ്വീകരിക്കുന്നുണ്ട്. ദർ വിൽ ബി നോ ലീക്കേജ്. പക്ഷേ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ എത്ര റീകോയിൽ എനർജി എന്ന് പറയുന്നത് എന്തായിരിക്കണം, 0 ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇവിടെ ഗാമാറെ എമിറ്റ് ചെയ്യുന്ന സമയത്ത് റീകോയിൽ എഫക്റ്റ് ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ഉണ്ടാകാൻ പാടില്ല. അതായത് ഈ ഗാമ എന്ന് പറയുന്നത് E0ക്ക് ഈക്വൽ ആയിരിക്കണം. അബ്സോർബ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നതും E0ക്ക് ഈക്വൽ ആയിരിക്കണം. സോ ഇറ്റ് വിൽ ബി ദിസ് കണ്ടീഷൻ ഇസ് കോൾഡ് റെസൊണൻറ്റ് അബ്സോർപ്ഷൻ. റെസൊണൻ്റ് ആണ്, എത്രത്തോളം എനർജിയാണോ എമിറ്റ് ചെയ്യുന്നത് അത്രയും എനർജി എന്ത് ചെയ്യുന്നുണ്ട്, അബ്സോർബ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ
റീകോയിൽ എനർജി 0 ആവുന്ന സമയത്താണ് മാക്സിമം അബ്സോർപ്ഷൻ നമുക്ക് കിട്ടുന്നത്. ഈ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു എമിറ്റിങ്ങും അതുപോലെ ഈ അബ്സോർപ്ഷനും നടക്കണമെങ്കിൽ ഒരു ക്രിസ്റ്റൽ ലാറ്റീസിൽ, അതായത് അബ്സോർബ് ചെയ്യുന്നതും അതുപോലെ എമിറ്റ് ചെയ്യുന്നതും ഒക്കെ ഒരു ക്രിസ്റ്റൽ ലാറ്റീസിലാവണം. അതായത് ഗാമാറയുടെ എമിഷൻ എന്ന് പറയുന്നതും ഗാമാറയുടെ അബ്സോർപ്ഷൻ എന്ന് പറയുന്നതും എല്ലാം ഒരു സെയിം എൻവയർമെൻറ്റിലായിരിക്കണം, അല്ലെങ്കിൽ സെയിം ക്രിസ്റ്റൽ ലാറ്റീസിലായിരിക്കണം. എങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു പ്രോസസ്സ്, അതായത് റെസൊണൻസ് കണ്ടീഷൻ മാക്സിമം ആവുക എന്നുള്ളൊരു കണ്ടീഷൻ അച്ചീവ്മെൻറ്റ് എന്ത് ചെയ്യുള്ളൂ, അവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ദിസ് പ്രോസസ്സ്, അതായത് അബ്സോർബിങ് ചെയ്യുന്നതും എമിറ്റ് ചെയ്യുന്ന ന്യൂക്ലിയസ് എന്ന് പറഞ്ഞത് ഒരേ ക്രിസ്റ്റൽ ലാറ്റീസിലാവണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ റീകോയിൽ എനർജി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അബ്സോർബ്ഡ് ബൈ ദ ക്രിസ്റ്റൽ ലാറ്റീസ് ആസ് എ വോൾ. ദിസ് ഈസ് മോസോബിയർ ഡിഡ് ടു ഒബ്സർവ് ദ റെസൊണൻസ് അബ്സോർപ്ഷൻ. അതായത് ഇതാണ്, ഈ ഒരു പ്രോസസ്സാണ് എന്ത് ചെയ്ത് മോസോബിയർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിന് കാണാൻ പറ്റിയിട്ടുള്ളത്. അതായത് റീകോയിൽ എനർജി എന്ന് പറയുന്നത് ദർ വിൽ ബി 0, അല്ലെങ്കിൽ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ റീകോയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ്ലി അബ്സോർബ്ഡ് ബൈ ദ ക്രിസ്റ്റൽ ലാറ്റീസ്. അതായത് അവിടുത്തെ റീകോയിൽ എനർജി ഫോർ ദ അബ്സോർപ്ഷനിലേക്ക് പോകുന്ന സമയത്തുള്ള റീകോയിൽ എനർജി എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് റീകോയിൽ എനർജി ഈസ് അബ്സോർബ്ഡ് ബൈ ദ ക്രിസ്റ്റൽ ലാറ്റീസ് ആസ് എ വോൾ. ദിസ് ഈസ് മോസോബിയർ ഡിഡ് ടു ഒബ്സർവ് ദ റെസൊണൻസ് അബ്സോർപ്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മോസോബിയർ സ്പെക്ട്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഐസോമർ ഷിഫ്റ്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.